നമസ്കാരം. ഭാര്യയുടെ വിവാഹേതര ബന്ധം കണ്ടെത്തിയതിന്റെ പകയിൽ യുഎസിൽ വിവാഹമോചന ഹർജി നൽകി ഭാര്യയും ചെന്നൈ പോലീസും തന്നെ നിരന്തരമായി ഉപദ്രവിക്കുകയാണെന്ന യുവാവിന്റെ പോസ്റ്റ് ചർച്ചയാകുന്നു. ടെക് സംരംഭകനായ പ്രസന്ന ശങ്കർ എന്ന യുവാവിന്റെ എക്സ് പോസ്റ്റുകളാണ് വൈറലായിരിക്കുന്നത്. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ക്രിപ്റ്റോ സോഷ്യൽ നെറ്റ്വർക്കിന്റെ സ്ഥാപകനാണ് പ്രസന്ന ശങ്കർ. വിവാഹമോചനത്തിനും കുട്ടിയെ തിരികെ കിട്ടാനുമായി നിയമ പോരാട്ടം നടത്തുന്ന തന്നെ ഭാര്യയും ചെന്നൈ പോലീസും ഉപദ്രവിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഭാര്യ ദിവ്യയുടെ വിവാഹേതര ബന്ധം കണ്ടെത്തിയതിനു ശേഷമാണ് തനിക്ക് ദുരനുഭവങ്ങൾ തുടങ്ങിയതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇതിനകം 86 ലക്ഷത്തിലേറെ പേരാണ് പ്രസന്ന ശങ്കറിന്റെ പോസ്റ്റ് കണ്ടത്. അതേസമയം പ്രസന്ന ശങ്കറിന്റെ ആരോപണങ്ങൾ ഭാര്യ ദിവ്യ നിഷേധിച്ചു. നികുതി വെട്ടിക്കാനായി സ്വത്തുക്കൾ പിതാവിന്റെ പേരിലേക്ക് മാറ്റിയ ആളാണ് പ്രസന്ന ശങ്കർ എന്നും ദിവ്യ ആരോപിച്ചു. വിവാഹേതര ബന്ധം കണ്ടുപിടിച്ചതിനു ശേഷം ജീവനാംശമായി വലിയ തുകയാണ് ഭാര്യ ആവശ്യപ്പെടുന്നതെന്ന് പ്രസന്ന ശങ്കർ പറയുന്നു. മധ്യസ്ഥ ചർച്ചകൾ തുടങ്ങിയതോടെ ഭാര്യ തനിക്കെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസിൽ വ്യാജ പരാതി നൽകി. കൂടാതെ മുൻകൈ നേടാനായി ഇന്ത്യക്ക് പകരം യുഎസിൽ വിവാഹമോചന ഹർജി നൽകിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു. 9-കാരനായ മകനെ ഭാര്യ യുഎസിലേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇതിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് നൽകിയിട്ടുണ്ട്. യുഎസ് കോടതി തനിക്ക് അനുകൂലമായാണ് വിധിച്ചത്. ഇതുപ്രകാരം രണ്ട് കക്ഷികളും ധാരണയിൽ ഒപ്പുവെച്ചു. ധാരണ പ്രകാരം 9 കോടി രൂപ ഭാര്യയ്ക്ക് നൽകണം. പ്രതിമാസം 4.3 ലക്ഷം രൂപയും നൽകണം. കൂടാതെ മകന്റെ കസ്റ്റഡി 2 പേർക്കുമാണെന്നും ധാരണയുണ്ടായിരുന്നു. എന്നാൽ ധാരണകൾ ഭാര്യ ലംഘിച്ചുവെന്നാണ് പ്രസന്ന ശങ്കറിന്റെ ആരോപണം. ധാരണകൾ പാലിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഭാര്യ തനിക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകി. ഇതേ തുടർന്ന് തന്റെ ഹോട്ടലിൽ അർദ്ധരാത്രി പോലീസ് എത്തി. അറസ്റ്റ് ഭയന്ന് താൻ മകനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മകൻ സുരക്ഷിതനാണെന്നതിന്റെ തെളിവുകൾ കൈമാറുകയും കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലാണെന്ന് പറയുകയും ചെയ്തിട്ടും പോലീസ് തന്നെ വേട്ടയാടുന്നത് തുടർന്നു. ചെന്നൈ പോലീസ് ബംഗളൂരുവിലെ തന്റെ സുഹൃത്തിന്റെ വീട് വാറണ്ടില്ലാതെ പരിശോധിച്ചു. പോലീസ് തന്നെ നിയമവിരുദ്ധമായി പിന്തുടരുകയാണ്. UPI വഴി 200 രൂപ നൽകിയ സഹായിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തു. താമസിച്ച എയർബിഎൻബിയിലും പരിശോധന നടത്തി. തന്നെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നതിന് നിയമപരമായി നേരിടുമെന്നും പ്രസന്ന ശങ്കർ കൂട്ടിച്ചേർത്തു. അതേസമയം പ്രസന്ന ശങ്കറിന്റെ ആരോപണങ്ങൾ ഭാര്യ നിഷേധിക്കുകയാണ്. സ്വത്ത് പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ പ്രസന്ന ശങ്കർ തന്നെ ഇന്ത്യയിലേക്ക് വരുത്തിയെന്നും പിന്നീട് ഒരാൾ വന്ന് തന്റെ മകനെ തട്ടിക്കൊണ്ടുപോയെന്നും അതിനാലാണ് പരാതി നൽകിയതെന്നും ദിവ്യ പറഞ്ഞു.